കുട്ടികളെ ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല കളർഫുള്ളും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ലേശം കടലപ്പരിപ്പും അതുപോലെ മുക്കാൽ ടീസ്പൂണോളം ഉഴുന്നുംപരിപ്പുമാണ്. ഉഴുന്നുംപരിപ്പും കടലപ്പരിപ്പും അതിൻ്റെ കളറൊന്ന് ചെറുതായി ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. അങ്ങനെ കളർ ചേഞ്ചായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഞാൻ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും നമ്മൾ ചെറിയ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അങ്ങനെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൊലി കളഞ്ഞിട്ട് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഉരുളൻകിഴങ്ങ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് ഉരുളൻകിഴങ്ങോടൊപ്പം തന്നെ വേവിച്ച് ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒത്തിരി നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് ഉടച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളവും അതുപോലെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നന്നായി യോജിപ്പിച്ച് 1 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല എന്ന് പറയുന്നത്, ഈ ഒരു ഫില്ലിങ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഫില്ലിങ്. അപ്പോൾ ഇത് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കണമെങ്കിൽ പൂരിയുടെ കൂടെ കറിയായിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ടും അതുപോലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ദോശയുടെ കൂടെയും ഫില്ലിംഗ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇത് ദോശമാവാണ്, പൊങ്ങി വന്നിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല. ഓൾറെഡി നമ്മളിതിന് മുമ്പ് ദോശമാവ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ അത് കാണിക്കുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉഴുന്നും പച്ചരിയും വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മാവിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ദോശമാവൊക്കെ വീട്ടിലുണ്ട്, ദോശയാണ് ഇരുന്നു രാവിലെ എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. കാരണം സെയിം ഒരേ സംഭവം തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരച്ചതുകൊണ്ട് തന്നെ ആ ദോശമാവിൽ ഇങ്ങനെ ചെറിയ പീസുകളായിട്ടൊന്നും കിടക്കുന്നില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ദോശമാവ് ഒരു തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് വേണം നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം കട്ടി കൂടുന്നതിനേക്കാളും ടേസ്റ്റ് നല്ല കനം കുറഞ്ഞ് പരത്തി നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബീറ്റ്റൂട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ നല്ല കനം കുറച്ച് പരത്തി നെയ്യ് ഒഴിച്ചിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ ബീറ്റ്റൂട്ടൊക്കെ അത്യാവശ്യം നന്നായി കുക്കായി നല്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നമ്മളത് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല ക്രിസ്പിനെസ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല ദോശയുടെ കളറിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കളറാണ് റെഡും അതുപോലെ ആ യെല്ലോയും വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം അത്യാവശ്യം എരിവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ അടിപൊളി പിങ്കോ റെഡോ പിങ്ക് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഒരു ദോശയും ഈ ഒരു മസാലയും കൂടി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പിങ്ക് ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.